ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഡിസംബർ 22 പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായ ചിത്രമായിരുന്നു സലാർ പാർട്ട് 1 സിസ ഫയർ എന്നുള്ള ചിത്രം ഞാൻ തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, OTT പ്ലാറ്റ്ഫോം അഥവാ ഇന്നലെ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഞാൻ കണ്ടത്. ചിത്രം കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം റണ്ണിങ് ടൈമായിട്ട് കണക്കാക്കപ്പെടുന്ന 2 മണിക്കൂറും 53 മിനിറ്റുമാണ് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു ആവറേജ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ സിനിമയുടെ മേക്കിംഗ് ആണ് എല്ലാം പിടിച്ച് നിർത്തുന്നത്. മേക്കിംഗ് ആയാലും പിന്നെ ഇവർ തമ്മിൽ പൃഥ്വിരാജ് ആയാലും പ്രഭാസ് ആയാലും ആ 2 കോമ്പിനേഷൻ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രഭാസിൻ്റെ അഭിനയം എന്ന് പറയുന്നത് കൊള്ളാം, സൂപ്പറാണ്. അത്ര മാരക പെർഫോമൻസ് ഇല്ല, പക്ഷേ ആദ്യ പുരുഷനെ കാട്ടി ഫാർ ബെറ്ററാണ്. അദ്ദേഹം റബിൾ സ്റ്റാറാണ്. അദ്ദേഹം തിരിച്ചു വരേണ്ട കാര്യമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പണി അറിയുന്ന ആളിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരാവുന്ന കാര്യമില്ല. കാരണം സകല റെക്കോർഡും എടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് പ്രഭാസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ പൃഥ്വിരാജും നമ്മുടെ പ്രഭാസും തമ്മിലുള്ള കോമ്പിനേഷൻ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ മ്യൂസിക് വർക്ക് രവി ബസൂർ കിട്ടില്ല തന്നെയാണ്. അങ്ങനെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് വർക്ക് ഓരോന്നായിട്ട് നമ്മൾ ഈ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്ന മ്യൂസിക് വർക്കാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് പ്രശാന്തിൻ്റെ കട്ട് വരുമ്പം ആ മ്യൂസിക്കും കൂടെ കയറുമ്പം പ്രത്യേകിച്ചൊരു രോമാഞ്ച ഫീലാണ് ഓരോ സീൻസിലും തന്നിട്ടുള്ളത്. പിന്നെ സിനിമയുടെ കഥ അത് എന്നും സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കഥ തന്നെയാണ്, പ്രത്യേകിച്ച് പൊതുവെയൊന്നുമില്ല. പിന്നെ പ്രശാന്ത് സിൻ്റെ കട്ടിങ്ങും മേക്കിങ്ങാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വിഷ്വൽ എഫക്ട്സ് തന്നെയാണ്, അത്ര നല്ല ക്വാളിറ്റി ഉണ്ട് സിനിമയ്ക്ക്, ഇല്ലെന്ന് പറയില്ല. ഏകദേശം 400 കോടി ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. ഫൈനൽ ബോക്സ് ഓഫീസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു 600-650 കോടിയാണ്. അത്രയും എത്തിയെന്ന് തന്നെ സംശയമാണ്. കാരണം നെഗറ്റീവല്ല, മിക്സഡ് റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും കേരളത്തിൽ വൻ വിജയമാണ് സിനിമ. ഏകദേശം ഒരു 15-16 കോടിക്ക് രൂപ റേഞ്ചിന് കളക്ഷൻ നേടിയിട്ടുണ്ട് സിനിമ. അപ്പം സിനിമയുടെ കഥയെന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്. എല്ലാം 3 ഗോത്രങ്ങളുണ്ട്. മന്നാർ ഗോത്രം, അങ്ങനെ 2 ഗോത്രങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കസേരയ്ക്കുള്ളൊരു മാച്ചാണ് സത്യം പറഞ്ഞാൽ. ആ കസേര മാറി അങ്ങനെ. അപ്പോൾ വരദരാജ മന്നാറിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ആ കസേര വരേണ്ടത്. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനൊക്കെ വെച്ചാണ് സലാർ മേക്ക് ചെയ്തിരിക്കുന്നത്. കൻസാർ എന്ന് പറഞ്ഞ സിറ്റി അടിപൊളിയായിട്ടുണ്ട്. അതൊരു സാങ്കല്പിക സിറ്റി ആണെങ്കിലും ആ സിറ്റിയെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് പ്രസൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഗംഭീരമായിട്ടാണ് പ്രശാന്ത് നീൽ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ പ്രശാന്ത് നീൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഒരു കഥയുടെ ഒരു 2-3 സെൻറ്റൻസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനി പാർട്ട് 2 കഥ വരാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ KGF ഈ സിനിമ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. KGF എവിടെ കിടക്കണ്, ഈ സിനിമ എവിടെ കിടക്കണ്, അത് മാത്രമേ ചിന്തിക്കാവൂ. കാരണം KGF പോലെ ആ റോക്കി ബായ് ഉണ്ടാക്കിയെടുത്ത പോലെ ഇനിയൊരു റോക്കി ബായ് പ്രശാന്ത് നീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് സലാർ പാട്ടിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷനാണ് സിനിമ. ഇതൊരു സാധാരണ ഒരു സോളോ മൂവി, അതേ യൂണിവേഴ്സിൽ പറഞ്ഞ ഒരു സിനിമ ഉണ്ടെങ്കിലും ഒരു സോളോ മൂവി എന്നങ്ങ് വിചാരിച്ചാൽ മതി. KGF ഒരിക്കലും കമ്പയർ ചെയ്യില്ല. എല്ലാ റിവ്യൂവേഴ്സിനെ പോലെ ഞാനും പറയുന്നത് KGF കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ പുതിയൊരു സിനിമ കാണാൻ പോകുന്നൊരു ഫീലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ പറ്റുന്ന സിനിമയാണ് സലാർ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ മറ്റേ ഒരു സീനുണ്ട്. പൃഥ്വിരാജ് ഇങ്ങനെ കൈയൊക്കെ കെട്ടിയിരിക്കുമ്പം പെട്ടെന്ന് പ്രഭാസ് കൈയൊക്കെ അടിച്ച് മറ്റേ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സീനൊക്കെ ഉണ്ട്. അത് രോമാഞ്ചിഫിക്കേഷനാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, മറ്റേ ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഇൻട്രൊഡക്ഷൻ, ആ സിനിമ ഫുള്ളും എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ല, അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് അത് ഗംഭീര സാധനമാണ്. അതേപോലെയാണ് എനിക്കും. ഇൻ്റർവെൽ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എത്തുമ്പം ആ പെണ്ണിനെ രക്ഷിക്കാൻ പോകുന്നുള്ള സീനുണ്ട് പ്രഭാസിൻ്റെ. അത് മരണമാസ എൻട്രിയാണ്, ഒന്നും പറയാതിരിക്കില്ല, ഒരു രക്ഷയില്ല, അത്ര ഗംഭീര സാധനം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സലാറിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ്.